നമസ്കാരം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുലിന് ഇപ്പോഴും ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്ന കമന്റ് ബോക്സിൽ വരുന്ന അവരുടെ പ്രതികരണം തന്നെ അതിന് ഉദാഹരണമാണ്. ഇതിനിടയിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പ്രവർത്തകരെ കൂടാതെ നേതാക്കളിൽ ചിലരും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ശ്രീനാദേവി കുഞ്ഞമ്മയും രജിത പുളിക്കലും ഫെനി നൈനാനും അത്തരത്തിൽ പ്രതികരിച്ചവരിൽ ചിലർ. എന്നാൽ ഇത്തരം പ്രതികരണങ്ങൾ ശക്തമാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഈ വിഷയത്തിൽ തന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വ്യക്തമാക്കിയിരുന്നു. അതിജീവിതയെ അധിക്ഷേപിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ളവർക്ക് താക്കീത് നൽകും, അങ്ങനെയുള്ളവർ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുമായിട്ടുള്ള ചാറ്റ് പുറത്തുവിട്ട ഫെനി നൈനാന്റെ നടപടി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സതീശന്റെ ഈ പ്രതികരണം. എന്നാൽ സ്വന്തം നേതാവായാലും പ്രവർത്തകരുടെ അഭിപ്രായത്തിന് മാറ്റമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത നൽകിയ കമന്റ് ബോക്സിലെ പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ. സതീശനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു അവരുടെ കമന്റുകൾ. ചിലതാകട്ടെ അസഭ്യം നിറഞ്ഞതുമാണ്. അത്തരത്തിൽ വന്ന കമന്റുകളിൽ ചിലതൊക്കെ ഇങ്ങനെയാണ്: എടാ മോനെ, നീ പൗരത്വം ഇല്ലാതാക്കരുതേ എന്നൊരു അപേക്ഷയുണ്ട്. ഒന്നുപോടെ, നീ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവരെ ഉപദേശിക്കാൻ വാ. ലവൻ വന്നിരിക്കുന്നു ഒരു പേടിപ്പിക്കലുമായി. നാട്ടുകാർ മൊത്തം പേടിച്ചു പോയി കേട്ടോ. ഒരു യുവാവിനെ പച്ചയ്ക്ക് ചാനലുകാരും ഭരണപക്ഷവും കൂടി ആക്രമിക്കുമ്പോൾ അതിൽ സപ്പോർട്ടാവുന്ന രീതിയിൽ എല്ലാ പ്രവർത്തകനും ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് അനുകൂലമായി പറയുകയാണോ എങ്കിൽ താങ്കൾ പറവൂർ പരാജയം അറിഞ്ഞിരിക്കും. നിന്നെ നിയമസഭ കാണിക്കില്ല. കൂടുതൽ കളിച്ചാൽ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ കഴിയാത്ത നപുംസമേ നീയോ നേതാവ്. താനല്ല പാർട്ടി. ഇവരൊക്കെ എന്ത് ഭാവിച്ചാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആണുങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ ആരുമില്ലേ? വ്യാജ ജീവിതങ്ങൾക്ക് മാത്രമേ കോൺഗ്രസ് സംരക്ഷണം നൽകുകയുള്ളൂ. ഉള്ളത് പറയാതെ സത്യം എങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കും? സതീശനല്ല പാർട്ടി. സതീശന് രാഹുൽ കാലാകാലം ജയിലിൽ കിടക്കട്ടെ എന്ന ചിന്തയാണ്. രാഹുലിന് പ്രായമായ ഒരു അമ്മയും പെങ്ങന്മാരുമുണ്ട്. അവരും സ്ത്രീകളാണെന്ന് സതീശൻ മനസ്സിലാക്കണം. ഇതിലെ സത്യങ്ങൾ ഇനി പൂർണ്ണമായും പുറത്തു വരണം. എങ്കിൽ രാഹുൽ പുറത്തിറങ്ങണം. അങ്ങനെ ഇറങ്ങാതിരിക്കാൻ സതീശനും വേറെ 1-2 കോൺഗ്രസ് നേതാക്കളും കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? സ്ത്രീ സുരക്ഷയ്ക്ക് പരിഗണന കൊടുക്കുന്നതിനൊപ്പം തന്നെ കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കുകയെങ്കിലും വേണം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇതിൻ്റെ കൂടെ തന്നെ രാഹുലിനെ പിന്തുണച്ച ഫെനി നൈനാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും അവർ ചോദിക്കുന്നു. ഫെനി പറഞ്ഞതിൽ എന്ത് തെറ്റെന്ന് ചോദിക്കുന്ന നിരവധി കമന്റുകളുമുണ്ട്. ഈ കമന്റ് ഇട്ടവരിൽ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെയാണ് വിധി പറയുന്നത്. അടച്ചിട്ട മുറിയിൽ ഇന്ന് വാദം കേട്ടു. നിരന്തരം രാഹുലിനെതിരെ പീഡന പരാതികൾ ഉയരുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. രഹസ്യമായി മൊഴി രേഖപ്പെടുത്തണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. ജാമ്യം അനുവദിച്ചാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. തെളിവെടുപ്പിനോടും ചോദ്യം ചെയ്യലിനോടും രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താൻ പാസ്വേഡുകൾ നൽകാൻ പ്രതി തയ്യാറല്ലെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2024 ഏപ്രിലിൽ തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതായിരുന്നു യുവതിയുടെ പരാതി. ഇതിനു മുൻപും 2 പരാതികൾ ലഭിച്ചിരുന്നു. മുമ്പത്തെ 2 കേസുകളിലും കോടതിയിൽ നിന്ന് രാഹുലിന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ ഈ കേസിൽ അത് ഉണ്ടായിരുന്നില്ല. വിധി വരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും.